ഗുഡ് ഈവനിങ്. വളരെ മോട്ടിവേറ്റിംഗ് ആയ ഒരു സ്പീച്ച് സെയ്ദ് ഹാരിസ് സാറിൻ്റെത് കേട്ടു. ഞാനതിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ തന്നെ മോട്ടിവേറ്റഡ് ആയി. അതുപോലെ പീറ്റർ സാറിന്റെ സംസാരവും സെയ്ദ് ഹാരിസ് സാറിന്റെ സ്പീച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇനിയും ഞാൻ അത് കേൾക്കാൻ ശ്രമിക്കും ഇനി മുതൽ. എന്തായാലും കാണാനും പരിചയപ്പെടാനും സാധിച്ചത് സന്തോഷം. വിദ്യാർത്ഥികളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമ്മള് കോവിഡിനെ ഭയങ്കര ഒരു ദുരന്തമായി, ഭീതികരമായ ഒരു വലിയ പ്രശ്നമായിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഏകദേശം 4-5 മാസമായിട്ട് നമ്മൾ വീട്ടിൽ ഹെൽഡപ്പ് ആണ്. അപ്പൊ വല്ലാത്തൊരു അവസ്ഥയിലാണിത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് കോവിഡ് കരിയർ ട്രെൻഡ്സിനെയും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇഷ്യൂസിനെയും കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ് ഞാൻ കാരണമുണ്ട്. നമ്മളെല്ലാവരും ഒരു വെക്കേഷനിലാണോ ഒരു ബ്രേക്കിലാണോ എന്നാണ് എന്റെ സംശയം സത്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാല് വളരെ നെഗറ്റീവായ ഇമ്പാക്റ്റുകൾ ഉണ്ടായിരുന്നു, ഒരു സംശയമില്ല. എയർലൈൻസ്, ഹോട്ടൽസ്, അമ്യൂസ്മെന്റ് പാർക്സ്, എന്റർടൈൻമെന്റ്, സ്പോർട്ടിംഗ് ഇവന്റ്സ്, റീറ്റെയിൽ, കോച്ചിങ് സെന്റേഴ്സ്, എസ്പെഷ്യലി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മാനുഫാക്ചറിങ് പ്രോസസ് ഇൻഡസ്ട്രീസ്, ഇതിനൊക്കെ ബാധിച്ചിട്ടുണ്ട്. ചെറിയൊരു കണക്ക് എനിക്ക് കിട്ടിയത്, ആദ്യത്തെ ഏപ്രിൽ ഫസ്റ്റ് 2 വീക്സിൽ മാത്രം ഏകദേശം 2 lakhs crore നഷ്ടമാണ് എയർലൈൻ ഫീൽഡിൽ മാത്രം, ഏവിയേഷൻ ഫീൽഡിൽ മാത്രം ഉണ്ടായിരുന്നതെന്നാണ് നമ്മൾ കേട്ട വർത്തമാനം. പക്ഷെ ഞാൻ കുറെ കൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു സാധനം, ഒരുപാട് ഇമ്പാക്ട് ഉണ്ട്, അതിനെക്കുറിച്ച് ഒരുപാട് പേര് സംസാരിച്ചു കഴിഞ്ഞു. വരാൻ പോകുന്ന ഇക്കണോമിക് ഫിനാൻസ് ക്രൈസിസിനെ കുറിച്ച് പറഞ്ഞു, ജോബ് ലോസുകളെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് ചേഞ്ചസിനെ കുറിച്ച് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ അതിനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ആലോചിക്കുന്നത്, ഒന്ന്, ആളുകൾ ഈ വർക്ക് അറ്റ് ഹോം കോൺസെപ്റ്റിനോട് കുറച്ചുകൂടി ട്യൂൺഡായി. ഇപ്പൊ ടാറ്റ കൺസൾട്ടൻസി സർവീസ് പറയുന്നത് 2023 അവരുടെ ഏകദേശം 75% വർക്ക് ഫോഴ്സിനെയും വർക്ക് അറ്റ് ഹോം കോൺസെപ്റ്റിലേക്ക് മാറ്റും എന്നാ പറയുന്നത്. ഏതാണ്ട് 250 crores റെന്റും റിഫ്രഷ്മെന്റും ട്രാൻസ്പോർട്ടേഷനും എല്ലാം ഒഴിവാക്കി ഒരു 250 crores വരെ ലാഭിക്കാൻ പറ്റുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. മറ്റൊന്ന്, നമ്മൾ ഓൺലൈൻ മീറ്റിംഗ്സിലേക്ക്, അല്ലെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുക്കാതെ, യാത്ര ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് മീറ്റിംഗ്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിനോട് നമ്മൾ യൂസായി, അല്ലെ, കമ്മിങ് അപ്പ് ചേഞ്ചസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു ചേഞ്ച് നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനേക്കാൾ കാണുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡ് ആണിത്. ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ, ഞാൻ പണ്ട് വായിച്ചൊരു പുസ്തകമുണ്ട്, ആൽവിൻ ടോഫ്ലറിന്റെ ദി ഫ്യൂച്ചർ ഷോക്ക് എന്ന് പറയും. ദി ഫ്യൂച്ചർ ഷോക്കിൽ അദ്ദേഹം പറഞ്ഞത് ടു മച്ച് ചേഞ്ച് ഇൻ ടു ഷോർട്ട് എ പീരീഡ് ഓഫ് ടൈം എന്നായിരുന്നു. 45 വർഷം കൊണ്ട് ലോകത്തിന്റെ ഗതി തന്നെ മാറും, കാഴ്ച തന്നെ മാറിപ്പോകും, ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ മാറുന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു ലോകത്തേക്ക് നമ്മൾ മാറുന്നു, അതും 45-50 വർഷം എടുത്തിട്ട്. ഞാൻ പറയുന്നത് അതൊക്കെ പഴങ്കഥയാവാൻ പോകുന്നു എന്ന് പറയാൻ കാരണം, അടുത്ത ഫ്യൂച്ചർ, ഭാവി വരാൻ പോകുന്നത് ശരിക്കും എന്താണെന്നുള്ളതാണ്. അത് മുൻകൂട്ടി തന്നെ 2016 വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ വേൾഡ് ബാങ്ക് കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. 2030 ആകുമ്പോഴത്തേക്കും 80% ജോബ്സും, നിലവിലുള്ള 80% ജോബ്സും ഇല്ലാതാവും. ബ്ലോക്ക് ചെയിനും ബിറ്റ്കോയിനും ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അവർ പറഞ്ഞു, ഒരു 2030 ആകുമ്പോഴത്തേക്ക്, 2020 മുതൽ 2030 വരെയുള്ള ടൈം സത്യത്തിൽ 100, 150, 1000 വർഷമൊക്കെ എടുത്തുണ്ടായ അഗ്രികൾച്ചർ റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും മെക്കനൈസേഷനൊക്കെ കൊണ്ടുവന്ന മാറ്റങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബിഗ് ഡേറ്റയും ഇന്റർനെറ്റ് ഓഫ് തിങ്സും ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളും സോഫ്റ്റ്വെയർ രംഗത്തെ പുതിയ ഡെവലപ്മെന്റുകളും കമ്മ്യൂണിക്കേഷൻ രംഗത്തെ മാറ്റങ്ങൾ, ഓട്ടോമേഷൻ ഒക്കെ പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടായിരിക്കും ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത് എന്നതാണ് ഞാൻ പറഞ്ഞത്. 2020 മുതൽ 2030 വരെ ഉണ്ടാവുന്ന ഈ മാറ്റങ്ങൾക്കും ഇപ്പോഴത്തെ ഞങ്ങളെപ്പോലുള്ള, ഞാനും പീറ്റർ സാറും സെയ്ദ് ഹാരിസ് സാറിനൊക്കെ പോലുള്ള ജനറേഷന്റെയും
ഇപ്പോഴത്തെ ഈ കുഞ്ഞു കുട്ടികൾ 12th ഒക്കെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുടെ ഈ ജനറേഷന്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ്, ഈ രണ്ട് ജനറേഷനുകളുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്ന വളരെ ഭീമാകാരമായ മാറ്റങ്ങളുടെ ഒരു ബ്രേക്കാണ്, ട്രാൻസിഷൻ പീരീഡിലുള്ള ഒരു ബ്രേക്കാണ് ശരിക്കും സത്യത്തിൽ കോവിഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രകൃതിയുടെ ഒരു മെക്കാനിസം എന്ന് പറയില്ല, ഓട്ടോമാറ്റിക് ഒരു, സത്യം പറഞ്ഞാൽ അതാണ് ഒരു ഓട്ടോമാറ്റിക് മെക്കാനിസമാണ് സത്യത്തിൽ ഈ ഒരു കോവിഡ്. നമ്മൾ അതിനോട് ട്യൂൺഡ് ആവുക, നമ്മൾ അതിനോട് യൂസ്ഡ് ആവുകയായിരുന്നു ഈ കുറഞ്ഞ കാലങ്ങൾ കൊണ്ടെന്നുള്ളതാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഓട്ടോണമസ് പോഡ് എന്ന് പറഞ്ഞ ഈ ഒരു വാഹന സൗകര്യത്തെ കുറിച്ച്. ഈ പാലറ്റ് എന്ന് പറഞ്ഞ് ടൊയോട്ട പുറത്തിറക്കിയ ഒരു വാഹനമായിരുന്നു ഡ്രൈവർലെസ് വെഹിക്കിൾസ്. ഞാൻ ഇതൊരിടത്ത് തൃശ്ശൂർ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം പറഞ്ഞു, പൊന്നു സാറേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട്, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടികളുടെ പോക്ക് കണ്ടാൽ ഡ്രൈവറും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കായിരിക്കുന്ന അമ്മ അതിൽ പോക്കാ പോകുന്ന. അതുപോലെയാണ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഡ്രൈവർ ഇല്ലാത്ത സെൻട്രലി കൺട്രോൾഡ് ആയ ഓട്ടോമൊബൈൽസ് ആണ് വരാൻ പോകുന്നത്. ഈ സാധനത്തെ നമുക്ക് ഷെൽവുകളും വാഷ്റൂമുകളും ഒക്കെ ഫിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാം. ഊബറും മസ്ദയും പിസ്സ ഹട്ടും ഇപ്പൊ തന്നെ ചർച്ച തുടങ്ങി. 2020 ആദ്യത്തിൽ തുടങ്ങും, മാർക്കറ്റിൽ ഇറക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ സംഭവിച്ചത് ചൈന കുറച്ചുകൂടി ഒരു പടി മുന്നോട്ട് കടന്ന് കോവിഡ് പീരീഡിൽ ഇത് വളരെ വിജയകരമായി യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ എന്താ സംഭവിക്കുക, 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസും എടുത്ത് ദുബായിൽ പോയി ജോലിയൊക്കെ തേടാമെന്നുള്ള പതിവ് ശൈലിയൊക്കെ മാറ്റേണ്ടി വരും എന്നർത്ഥം. ലോകത്ത് അന്യം നിന്ന് പോകാൻ പോകുന്ന ജീവവർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഡ്രൈവർമാരായിരിക്കും. ഒരു ഉദാഹരണമാണ് കേട്ടോ. ദെൻ അങ്ങനെ ഓരോന്നും എടുത്തു നോക്കുക നിങ്ങൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗ്രോത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഡേറ്റ, ഒരു 2 വർഷത്തിനുള്ളിൽ 36% ആനുവൽ ഗ്രോത്ത് ആയിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മാത്രം ഉണ്ടാവുക. 2025 കൂടി $300 ബില്യൺ മാർക്കറ്റ് വാല്യൂ ഡെവലപ്പ് ചെയ്യും. ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് അറൌണ്ട് $1.26 ബില്യൺ. നിങ്ങൾ നോക്കിയേ, 7-8 വർഷം കൊണ്ട്, 5-6 വർഷം കൊണ്ട് 300 മടങ്ങിലേക്കാണ്, 300 ഇരട്ടിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗ്രോത്ത് വരാൻ പോകുന്നത്. നോക്കുന്നുണ്ട്. ഞാൻ ആസ്റ്റം മെഡിസിറ്റിയിൽ പോയിരുന്നു. ആസ്റ്റം മെഡിസിറ്റിയിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഒന്നും നമ്മുടെ കയ്യിൽ കിട്ടില്ല, നേരെ ഫാർമസിയിലേക്ക് ഫോർവേഡ് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്കും റോബോട്ടുകൾ നമുക്ക് വേണ്ടി മരുന്നൊക്കെ, മെഡിസിൻ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സെലക്ട് ചെയ്ത്, തെറ്റ് സംഭവിക്കില്ല, മരുന്ന് മാറിപ്പോവില്ല. അപ്പൊ ഫാർമസിസ്റ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നർത്ഥം. ഇതൊക്കെ ആയിരിക്കും നമ്മൾ വായിക്കുന്നത്, അങ്ങനെയാണ്, നെഗറ്റീവ് ആയിട്ടാണ് കേട്ടോ. ഇതാ നോക്കിയ നിങ്ങള്, കസ്തൂർബ മെഡിക്കൽ കോളേജിലെ വളരെ മൈക്രോ സർജറികൾ പോലും ചെയ്യുന്ന റോബോട്ടുകളുണ്ട്. അപ്പൊ മെഡിക്കൽ റോബോട്ടിക്സ് ഒക്കെ പോലുള്ള ടെക്നോളജിയുടെ വരവ്. ഓൺലൈൻ സൂപ്പർ മാർക്കറ്റ് ആണ് ഒക്കാഡോ. ഒക്കാഡോ എന്ന് പറഞ്ഞ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകത, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പാക്ക് ചെയ്യുന്നത് റോബോട്ടുകളാണ് വെയർഹൗസിൽ. ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് ആമസോണിന്റെ ജെഫ് ബെസോസ് പ്രഖ്യാപിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. $320 മില്യൺ അദ്ദേഹം ഒരു റോബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, മൈക്രോ റോബോട്ട് ഉണ്ടാകുന്ന ഒരു കമ്പനി തന്നെ അദ്ദേഹം വാങ്ങിയെടുത്തു, അക്യൂർ ചെയ്തു. അത് അദ്ദേഹം പറഞ്ഞു, ഒരു വിതിൻ 2-3 ഇയേഴ്സ് ഞങ്ങള് ഡെലിവറി ബോയ്സ് ആയിട്ട് റോബോട്ടുകളെ കൊണ്ടുവരും എന്നാ പറഞ്ഞത്. സോറി, ഞാൻ ആലോചിക്കുന്ന അതല്ല, നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഇപ്പൊ 12th ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുട്ടികൾ ഒരു 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞ് ഒരു 10 കൊല്ലം ആകുമ്പോഴത്തേക്കും IT ഫീൽഡിലോ മെഡിക്കൽ ഫീൽഡിലോ എഞ്ചിനീയറിംഗിലോ ടീച്ചിങ്ങിലോ ദെൻ IT കണ്ടന്റ് റൈറ്റിംഗിലോ വാട്ട് എവർ ഇറ്റ് ഈസ് ജോബിനൊക്കെ കയറി, മീഡിയയിലൊക്കെ ജോലിക്ക് കയറി, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഏർലി മോർണിംഗിൽ വന്ന് വീട്ടിൽ കയറി കഴിയുമ്പോണ്ട് മടിഞ്ഞിട്ട് പാചകം ചെയ്യാനൊക്കെ ഉള്ള ഒരു മൂഡൊന്നുമില്ല. മൊബൈൽ ആപ്പ് ഒന്ന് തുറന്ന് ഓർഡർ പ്ലേസ് ചെയ്യും. കൊച്ചിയിൽ ഓർഡർ പ്ലേസ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഡോർബെല്ല് കേട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് സുന്ദരനായ ഒരു റോബോട്ടിനെ ആയിരിക്കും. യുവർ പാക്കേജ് എന്നൊക്കെ പറഞ്ഞു റോബോട്ട് പാക്കേജ് ഒക്കെ കൈമാറുന്നതും സംസാരിക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിൽ സ്മിത്തിന്റെ ഒരു മൂവി ഉണ്ടായിരുന്നു, ഐ റോബോട്ട് എന്നും പറഞ്ഞു. ബൈസ്റ്റാൻഡർ ആയിട്ട്, സ്വന്തം അമ്മയുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് ഇരിക്കുന്നത് ഒരു റോബോട്ട്. അന്ന് നമ്മൾ പറഞ്ഞു ഈ ഹോളിവുഡുകാർക്ക് അല്ലെങ്കിലും ഭ്രാന്താണ്. സത്യത്തിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വരാൻ പോകുന്നത്
2030 നമ്മുടെ തലമുറ കാണുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു പ്ലാനറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ടെക്നോളജിക്കൽ ജമ്പുകൾ, ടെക്നോളജിക്കൽ മാറ്റങ്ങൾ, ഹൈപ്പർലൂപ്പ്, ഇലോൺ മസ്കിന്റെ ടെസ്ലയും സ്പേസ് എക്സും കൊണ്ടുവന്ന ഇലോൺ മസ്കിന്റെ ഒരു കോൺസെപ്റ്റാണ് അതിവേഗതയേറിയ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. അതിന് വന്ന ട്യൂബ്ലെസ് സ്പേസിലൂടെയുള്ള പോഡുകൾ എയർ സക്ക് ചെയ്ത് വലിച്ചെടുക്കുന്ന, മൂവ് ചെയ്യിപ്പിക്കുന്ന സിസ്റ്റം വന്നു കഴിഞ്ഞാൽ 10 hours കൊണ്ടൊക്കെ എത്തേണ്ട സ്ഥലത്തേക്ക് 25-30 minutes കൊണ്ട് എത്താൻ പറ്റും എന്നൊക്കെയാണ് സങ്കല്പം. നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ നടക്കുന്നതാണോ? ഇലോൺ മസ്ക് ഇതാ കൃത്യമായിട്ട് ഡ്രാഗൺ എന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ മീൻസ് കൃത്യമായിട്ട് കൊണ്ടുപോയി ഇറക്കി, ഒരു ബുദ്ധിമുട്ടില്ലാതെ. അദ്ദേഹത്തിന്റെ അടുത്ത പ്ലാൻ 2040 മാർസിൽ കോളനി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ടെക്നോളജിക്കൽ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ബുഡാപെസ്റ്റിനും വിയന്നക്കും ഇടയിൽ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് 2020 കമ്മീഷൻ ചെയ്യാനിരിക്കുകയായിരുന്നു. മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. വേഗതയേറിയ ട്രാൻസ്ഫർ. ഞാൻ ആലോചിക്കുന്ന ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്കും എറണാകുളം എന്താ പറയാ ബാനർജി റോഡും MG റോഡും ഒക്കെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയി കാണേണ്ടി വരുന്ന രീതിയിലുള്ള മോണിമെന്റ്സ് ആയി, സ്മാരകങ്ങളായി മാറും. റോഡുകളൊക്കെ ഇല്ലാതാവും എന്നൊക്കെയാണ് പറയുന്നത്. ആ രീതിയിലൊക്കെയാണ് ടെക്നോളജി വരാൻ പോകുന്നത്. സോളാർ കാറുകൾ, രസകരമായ 3D പ്രിന്റിംഗ് ടെക്നോളജി പോലുള്ള സാധനങ്ങൾ, ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഭീമാകാരമായ മാറ്റങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. 2 നില ബിൽഡിംഗ് വരെ നമുക്ക് പ്രിന്റ് ചെയ്ത് അതിന്റെ വാളുകൾ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ടെക്നോളജി എന്ത് ചെയ്തിരിക്കുന്നു, വളർന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമ്മളിപ്പോ വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പത്രവായന കുറയുന്നു, TV കാണുന്നത് കുറയുന്നു, ഇവൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് കുറയുന്നു. അങ്ങനത്തെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ചേഞ്ചസും ഒരുപാട് കരിയർ ട്രെൻഡുകളെ ക്രിയേറ്റ് ചെയ്യും. ഹെൽത്ത് കെയർ മേഖലയിൽ റോബോട്ടുകൾ എൻഗേജ് ചെയ്യുന്നു, ഓൺലൈൻ ബിസിനസ് ഒക്കെയാണ് പോലുള്ളത്. ദെൻ അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ, ബിറ്റ്കോയിൻ പോലുള്ളത്, റോബോട്ടുകൾ, പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ വരാൻ പോകുന്ന ടൊയോട്ടയുടെ ഒരു പ്ലാന്റിൽ ടോക്കിയോയിൽ വെച്ച് റോബോട്ട് അടുത്ത് നിൽക്കുന്ന വർക്ക് ചെയ്ത് കൂടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അമർത്തിപ്പിടിച്ച് ഞെരിച്ച് കൊന്നുകളഞ്ഞു എന്നാ. റോബോട്ടിനെ നമുക്ക് തൂക്കിക്കൊല്ലാൻ കഴിയില്ലല്ലോ, ജീവപര്യന്തം ശിക്ഷിക്കാൻ കഴിയില്ല, പട്ടിണിക്കിടാനും പറ്റില്ല. അപ്പൊ പിന്നെ പുതിയ ലോകൾ വരും, നിയമങ്ങൾ വരും. ദെൻ ആകാശയാത്ര കൂടുതൽ വ്യാപകമാകുന്നതോടുകൂടി സ്പേസ് ലോ എന്ന പുതിയ കരിയർ ചോയ്സ് കുറച്ചുകൂടി റെലവന്റ് ആവുന്നത് പോലെ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ, ദെൻ റിന്യൂവബിൾ എനർജി പോലുള്ള യൂസേജുകളൊക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. അപ്പോഴും മാറ്റങ്ങളില്ല. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങളോടെ നിലനിൽക്കുന്ന കുറെ കരിയേഴ്സ് ഉണ്ട്. ടീച്ചിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഡേ കെയർ. ഞാൻ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു പ്രളയം വരാൻ പോകുന്നു, അതിഭീമാകാരമായ ഒരു മാറ്റം വരാൻ പോകുന്നു, ഒരു ഏലിയൻ ഇതിലൊക്കെ മാറിപ്പോകുന്നപ്പോ ഒന്നും ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെ വന്നാലും പതുക്കെ എഴഞ്ഞെഴഞ്ഞേ വരികയുള്ളൂ. പക്ഷെ എന്നാൽ പോലും മെട്രോകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ കുറെ അധികം വരും. ഞാൻ ഈ അടുത്ത് വായിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നു, മെക്കൻസിയുടെ നോ ഓർഡിനറി ഡിസ്റപ്ഷൻ. അവർ പറയുന്നത് ഏതാണ്ട് 65% റൂറൽ പോപ്പുലേഷൻ അർബൻ സിറ്റീസിലേക്ക്, മെട്രോസിലേക്കൊക്കെ മാറിപ്പോകും, മൈഗ്രേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നത്. ദൈവത്തിനറിയാം നടക്കോ ഇല്ലേ എന്നുള്ളത്. എന്തോ ആയിക്കോട്ടെ. ദെൻ അർബൻ കൾച്ചറും മെട്രോകളുടെ വളർച്ചയും സാറ്റലൈറ്റ് സിറ്റികളുടെ വളർച്ചകളൊക്കെ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, എൻവയൺമെന്റൽ സയൻസും ഹെൽത്ത് കെയർ വർക്കേഴ്സും ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സും ഫുഡ് ആൻഡ് ബീവറേജസും സൈക്കോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആക്ടിവിസ്റ്റുകളുടെയും ഡിമാൻഡ് കൂടും. എങ്ങനെ? കുറെ മാറ്റങ്ങളോടുകൂടി ആ കരിയറുകൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞത് നേരത്തെ സെയ്ദ് ഹാരിസ് സാർ പറഞ്ഞൊരു വർത്താനമുണ്ട്. ഞാൻ അതിനെ കുറച്ചുകൂടി പരിഷ്കരിച്ച് പറയുന്നു. അടുത്ത 1 കൊല്ലത്തേക്ക്, അടുത്ത 2 കൊല്ലത്തേക്ക്, അടുത്ത എന്താണ് ചെയ്യേണ്ടത് എന്നതല്ല ശരിക്കും തീരുമാനിക്കേണ്ടത്. നമ്മുടെ കരിയർ പ്ലാനിങ്ങിന്റെ പ്രശ്നം എന്താ? സെയ്ദ് ഹാരിസ് സാർ അത് ചൂണ്ടിക്കാണിച്ചു നമ്മളോട് വളരെ കൃത്യമായിട്ട്. നമ്മളെ പ്രശ്നം എന്താണ്? നമ്മൾ നാളെ എന്ത് ചെയ്യണം എന്നാ തീരുമാനിക്കുക. +2 കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, സയൻസ് എടുക്കണോ എന്നുള്ളതാ നമ്മളെ കരിയർ പ്ലാനിങ്. കൈൻഡ് ഓഫ് ഫോർവേഡ് കരിയർ പ്ലാനിങ്. 12th കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് എടുത്തു. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ട് എന്താ? ആ കൂട്ടത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള സോഷ്യോളജി ആയിക്കോട്ടെ. കൊമേഴ്സ് ആളുകൾ എടുക്കുന്ന കൊമേഴ്സിനോട് മുഴുത്ത പ്രേമുള്ളത് കൊണ്ടൊന്നുമല്ല, സയൻസിനോടുള്ള വിരോധം കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു, ഒരുത്തൻ എന്നോട് വന്നിട്ട് ചോദിച്ച ചോദ്യം എന്താ?
നല്ല കോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഞാൻ 20 കൊല്ലമായി ഈ ഫീൽഡിൽ, ഇതുവരെ കേൾക്കാത്ത രസകരമായ ഒരു ചോദ്യം കേട്ടു ആദ്യമായിട്ട്. നല്ലൊരു കോഴ്സ് വേണം. ഞാൻ പറഞ്ഞു നല്ല കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാൻ ഉണ്ടാവരുതെന്ന് പറഞ്ഞു. ഒന്നും പഠിക്കാനില്ലാത്ത കോഴ്സ് ഒക്കെ ഉണ്ടോ? ആളുകളുടെ ഒരു സ്റ്റൈൽ അതാ. ഒരുത്തം വന്നിട്ട് പറഞ്ഞു എനിക്ക് അടിപൊളി കോഴ്സ് വേണം. അടിപൊളി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4 ലക്ഷം രൂപ സാലറി വേണം. ഞാൻ ചോദിച്ചു നീ +2ന്റെ മാർക്ക് എങ്ങനെയാണ്? അതൊരു പേപ്പർ പോയി സാർ എന്ന് പറഞ്ഞു. 4 ലക്ഷം രൂപ സാലറി വേണം. ഇപ്പൊ നാട്ടിലുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ സ്റ്റീവ് ജോബ്സും ബിൽ ഗേറ്റ്സും ഒക്കെ ഡ്രോപ്പ് ഔട്ട് ആയി പഠിച്ച് വലിയ സംഭവമായി, ഡ്രോപ്പ് ഔട്ട് ആയിട്ട് വലിയ കമ്പനിയൊക്കെ ഉണ്ടാക്കി എന്താ മൾട്ടി ബില്യണയർ ഒക്കെ മാറി എന്നതുകൊണ്ട് അങ്ങനെ ആവാം, +2 തോൽക്കൽ ഒരു യോഗ്യതയായി ആണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയൊരു സമൂഹമാണ് നമ്മളുടെ. ഞാൻ എല്ലാവരോടും പറയുന്നത് ഒരു 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് ഞാൻ എങ്ങനെ എന്നെ പൊസിഷൻ ചെയ്യണം എന്നിടത്ത് നിന്നാണ് കരിയർ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കരിയർ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്നാണ്. 10 കൊല്ലം കഴിഞ്ഞാൽ എന്റെ കരിയർ ചോയ്സസ് എന്തായിരിക്കണം, വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ, കൊമേഴ്സ് ആൻഡ് ഫിനാൻസിൽ, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിൽ വരാനിരിക്കുന്നത്, അതിനനുസരിച്ച് കരിയർ ചോയ്സസിലേക്ക് വരണം. ഡോക്ടർ യമുന കൃഷ്ണൻ പ്ലാൻ ചെയ്തതുപോലെ എന്താ ഡോക്ടർ യമുന കൃഷ്ണൻ ചെയ്തത്? ഇൻഫോസിസ് അവാർഡ്, ഇന്ത്യൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന ഇൻഫോസിസ് അവാർഡ് വാങ്ങിയത് വെറും കെമിസ്ട്രി പഠിച്ചുകൊണ്ടാണ്. BSc കെമിസ്ട്രി കഴിഞ്ഞ് MSc കെമിസ്ട്രി കഴിഞ്ഞ് അവർ ചൂസ് ചെയ്ത്, അവർ സെലക്ട് ചെയ്തത് നാനോ ടെക്നോളജിയാ. എന്താ പ്രത്യേകത? DNA നാനോ ഡിവൈസസ് ഉണ്ടാക്കി. DNA നാനോ ഡിവൈസസ് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ സ്കിന്നിനടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകളുടെ ന്യൂക്ലിയസിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച്, ചേഞ്ചസിനെ കുറിച്ച്, പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി സയന്റിസ്റ്റിനും ഹെൽത്ത് കെയർ ആക്ടിവിസ്റ്റിനും സ്പെഷ്യലിസ്റ്റിനും ഇൻഫർമേഷൻ കൊടുക്കും. ഹെൽത്ത് കെയർ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനിരിക്കുന്ന ഒരു കണ്ടുപിടുത്തമായത്. പക്ഷെ ആ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയത് എങ്ങനെയാ? നാനോ ടെക്നോളജി ഗ്രാജുവേറ്റ് തലത്തിൽ പഠിച്ചുകൊണ്ടല്ല, മറിച്ച് കെമിസ്ട്രി പഠിച്ച് MSc കെമിസ്ട്രി കഴിഞ്ഞ് ഞാൻ കുട്ടികളോട് പറയുന്നത് ഫ്യൂഷൻ കരിയേഴ്സിന്റെ കാലമായിരിക്കും അടുത്തത്, കോമ്പിനേഷൻ കരിയേഴ്സിന്റെ കാലഘട്ടമായിരിക്കും അടുത്തത്. ഒരാൾ ഒരു കരിയറിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുക എന്നതിനേക്കാൾ കോറിലേറ്റിംഗ് ആയ, കണക്റ്റഡ് ആയ ഒരുപാട് ചോയ്സസിന് അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊണ്ടുവരേണ്ടി വരും. നിങ്ങൾ നോക്കൂ, പോസ്റ്റ് കോവിഡ് പീരീഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കും? ജോബ് ലോസുകളായിരിക്കും. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരെ ഒന്നും മേയ്ക്കാനൊന്നും കമ്പനികൾക്ക് കഴിയില്ല. അപ്പൊ എന്താ ചെയ്യാ? 1/3 ഒക്കെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള ജോബുകൾ എല്ലാവരും കൂടി ചെയ്യുന്ന അവസ്ഥ വരും. ഞാൻ ഓഫീസ് സെക്രട്ടറി ആണ്, അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ചിലപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്ററിന്റെ ജോലി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പ്യൂണിന്റെ ജോലി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലിയും എന്ത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാ ഫാക്കൾട്ടിയെയും ഫൈൻ ട്യൂൺ ചെയ്യുന്ന ഒരു കരിയർ പ്ലാനിങ്ങിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത് എല്ലാവരും. ഞാൻ പറയുന്നത് ഈ ആറ്റിറ്റ്യൂഡ്, മലയാളികളുടെ കൾച്ചർ മാറാതെ രക്ഷയില്ല എന്ന് ഞാൻ പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. എന്റെ ഒരു കാരണം എന്താണെന്നറിയോ? കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടത്, കേരളം ഒരു റെസിഡൻഷ്യൽ ഹൗസിംഗ് കോളനിയാണ്. മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, പ്രോസസ് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് ഒരു പരിധിയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിന്റെ മാക്സിമം വിഡ്ത്ത് ഒരു 70 കിലോമീറ്റേഴ്സ് ആണ്, അതിനപ്പുറത്തേക്കില്ല. അതുകൊണ്ട് ഇവിടെ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, പ്രോസസ് ഇൻഡസ്ട്രീസ് വളരുന്നതിനൊരു പരിധിയുണ്ട്. ബാംഗ്ലൂരിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകണമെങ്കിൽ 100 കിലോമീറ്ററിലധികമെങ്കിലും യാത്ര ചെയ്യണം. അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയോ അങ്ങനത്തെ ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ ഉള്ളതല്ല കേരളം. കേരളം പുറത്ത് പോയി വർക്ക് ചെയ്ത്, അതിപ്പോ മിഡിൽ ഈസ്റ്റ് മാറിയാൽ ചിലപ്പോൾ ആഫ്രിക്കയിൽ പോകും, ഉഗാണ്ടയിൽ പോകും, കുറെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകും. മലയാളി എപ്പോഴും പ്രവാസിയാണ്. അതുകൊണ്ട് നമ്മളെ കരിയർ കൾച്ചറുകളുടെയും കരിയർ സെലക്ഷന്റെയും സ്റ്റൈല് മാറണം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കണം. നിങ്ങൾ നോക്കിയേ, അവര് പഠിച്ച് വന്നത് കെമിസ്ട്രി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, മാറിയത്. കെമിസ്ട്രി പഠിച്ച് MSc കെമിസ്ട്രി പഠിച്ചിട്ട് ഒരുപാട് ഡെവലപ്മെന്റുകൾ, ഒരു ഗ്രോത്ത്, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷന്റെ ഗ്രോത്ത്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഗ്രോത്ത്, മൊബൈൽ ആപ്പുകൾ, വീഡിയോ കമ്മ്യൂണിക്കേഷൻസ്, ഒരു ലോവൽ മിഡിൽ ക്ലാസ്, ടെക്നോളജി അറിയുന്നവരും ടെക്നോളജി യൂസ് ചെയ്യുന്നവരും ടെക്നോളജിക്ക് ആക്സസ് ഇല്ലാത്തവരും എന്നൊക്കെ നിലയിലുള്ള കുറെ വിഭജനങ്ങൾ സമൂഹത്തിനിടയിൽ നടക്കും. ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫോം ചെയ്യും, ഇക്കണോമിക് ക്ലസ്റ്റേഴ്സുകൾ ഫോം ചെയ്യും. ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വരും. ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി കൊണ്ടുവേണം എന്ത് ചെയ്യാൻ, കരിയർ ചോയ്സസിലേക്ക് വരാൻ.
നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു സ്ട്രീം സയൻസ് സ്ട്രീമാണ് എടുക്കുന്നതെങ്കിൽ 10th പ്രത്യേകം ശ്രദ്ധിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സ്ട്രീം ഉണ്ട് സയൻസിൽ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെന്ന് വെച്ചാൽ ബയോളജി ഇല്ലാത്തത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്, മാത്സ് ഇല്ലാത്ത ഓപ്ഷനും ഉണ്ട്. ഈ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് സെലക്ട് ചെയ്താൽ. ഇനി അങ്ങനെ സെലക്ട് ചെയ്ത ആളുകളാണെങ്കിൽ അവരുടെ കരിയർ ചോയ്സസ് എങ്ങനെയാണ്? ഈ പറഞ്ഞതിൽ നിന്നെല്ലാം ബേസിക് സയൻസിലേക്ക് മാറാം. ഗ്രാജുവേറ്റ് കോഴ്സുകൾ, അതർ ദാൻ പ്രൊഫഷണൽ കോഴ്സസ്. ഗ്രാജുവേറ്റ് കോഴ്സുകൾ തന്നെ again we can categorize those courses into 3 or 4 sections. Chemistry, physics, maths, botany, zoology, geology പോലുള്ള ജനറൽ ട്രഡീഷണൽ കോഴ്സസ്. ഇതൊരു ഗ്രൂപ്പാണ്. ഈ ജനറൽ ട്രഡീഷണൽ കോഴ്സുകളുടെ പ്രത്യേകത എന്താ? അവർക്ക് ഡൈവേഴ്സിറ്റി കൂടുതലാണ്, ഓപ്പണിങ്സ് കൂടുതലാണ്. മൈക്രോബയോളജിയുടെ പ്രത്യേകത എന്താ? ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ബയോഫിസിക്സ് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. സ്പെസിഫിക് കോഴ്സുകളുടെ ഡൈവേഴ്സിറ്റി റിലേറ്റീവ്ലി കുറയും. മൂന്നാമത്തത് ഫുഡ് സയൻസ്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള സെമി പ്രൊഫഷണൽ കോഴ്സസ്. ആ കോഴ്സുകളുടെ പ്രത്യേകത എന്താ? ആഡ് ഓൺ കോഴ്സുകൾ ചെയ്തിട്ടോ അല്ലാതെയോ നമുക്ക് ജോബിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഗ്രാജുവേറ്റ് കോഴ്സുകൾ നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം. ഇതിൽ ഏതാണ് എനിക്ക് ഏറ്റവും പറ്റിയത്? BSc കെമിസ്ട്രി എടുത്താലും ഫുഡ് സയൻസിലേക്ക് വരാം, BSc കെമിസ്ട്രി എടുത്താലും ബയോകെമിസ്ട്രിയിലേക്ക് വരാം. BSc കെമിസ്ട്രി പഠിച്ച ആൾക്കും MCA വഴി കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക്, IT ഫീൽഡിലേക്ക് വരാം. അപ്പൊ കെമിസ്ട്രിയുടെ പ്രത്യേകത ഈ ഡൈവേഴ്സിറ്റിയാണ്. ദെൻ അതോടൊപ്പം ടീച്ചിങ്ങിൽ, ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ടീച്ചിങ്ങിലേക്കെങ്കിലും വരാം. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് ടെസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് ജോലിക്ക് കയറാം. ഇങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം കരിയർ. മൈക്രോബയോളജി ആണെങ്കിലോ സ്പെസിഫിക് ആണ്. വൈറോളജി, ഇമ്മ്യൂണോളജി അങ്ങനത്തെ ഏരിയകളിലേക്ക് മാറാം. പാരസൈറ്റോളജി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, കുറെ സ്പെസിഫിക് ആയ കരിയർ ഓപ്ഷൻസ്. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഗ്രാജുവേഷൻ ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓപ്ഷനിലേക്ക് എന്ത് ചെയ്യണം? മാറണം. അപ്പൊ അവിടെ BSc കെമിസ്ട്രി 12th കഴിഞ്ഞ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, 10th കഴിഞ്ഞ് 11th and 12th ചൂസ് ചെയ്യാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ BSc കെമിസ്ട്രി എടുക്കുമ്പോൾ BSc കെമിസ്ട്രി പഠിച്ച് മാർക്ക് വാങ്ങുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. BSc കെമിസ്ട്രി കഴിഞ്ഞാൽ 450-ലധികം കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്, 450-ലധികം കോഴ്സ് ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിൽ ഏതെങ്കിലും ഒന്നിനെ അൾട്ടിമേറ്റ് കരിയർ ആയിട്ട് വെക്കണം. ഫോർ എക്സാമ്പിൾ, BSc കെമിസ്ട്രി കഴിഞ്ഞ ഒരാൾ for Biology and Interdisciplinary Life Science, Center for Cellular and Molecular Biology, Center for DNA Fingerprinting and Diagnostics. ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ MSc പ്ലസ് PhD ഒന്നിച്ച് ചെയ്യാം എന്ന് മാത്രമല്ല 25,000 രൂപയിൽ കുറയാതെ മാസം സ്റ്റൈപ്പൻഡ് കിട്ടും എന്ന വിവരം നേരത്തെ അറിഞ്ഞ് അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ സുവോളജി പഠിക്കുമ്പോൾ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ കരിയർ പ്ലാനിങ് എന്ത് ചെയ്യേണ്ടത്? കൊണ്ടുവരേണ്ടത്. ഒരാൾ വിചാരിക്കുന്നു ഡിഗ്രി വേഗം ജോലി കിട്ടണം എങ്കിൽ BSc കെമിസ്ട്രിയോ BSc മാത്സോ ഫിസിക്സോ പഠിക്കുമ്പോൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ പോലുള്ള കോമൺ കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. ഡിഗ്രി പഠിച്ച് തീരുമ്പോഴത്തേക്കും ജോലിയിലേക്ക് എത്തണം. ഇങ്ങനെ ഒരു കരിയർ പ്ലാനിങ് നിങ്ങൾക്ക് എന്തായാലും എടുക്കാം. അതുകൊണ്ട് ഗ്രാജുവേറ്റ് കോഴ്സുകളെ കുറിച്ച് ധാരണ ഉണ്ടാക്കണം. 2018 നോബൽ പ്രൈസ് കിട്ടിയത് 2 പേർക്കാണ്, ടസുക്കു ഹോഞ്ചോ, ജെയിംസ് പാട്രിക് അലിസൺ. എന്തിനാ കിട്ടിയത്? ക്യാൻസർ സെല്ലുകളുടെ വളർച്ച തടയുന്ന രീതിയിൽ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുക, അൺലീഷ് ചെയ്യാന്ന സയൻസ് മാഗസിൻസും പത്രങ്ങളും ഔട്ട് ചെയ്തത്, ന്യൂസ് വിട്ടത്. നോക്കൂ നിങ്ങൾ, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടസുക്കു ഹോഞ്ചോ എന്ന ആള് ജാപ്പനീസ് ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നു, MBBS കഴിഞ്ഞ ആളാ. അതേ സമയത്ത് ജെയിംസ് പി അലിസണോ, അദ്ദേഹം മൈക്രോബയോളജി BSc മൈക്രോബയോളജി ആണ്. മലബാറിലെങ്കിലും BSc മൈക്രോബയോളജി ഒരു കല്യാണ കോഴ്സാണ്. പെൺകുട്ടികൾ ആ കോഴ്സ് ചേർക്കണത് തന്നെ വേഗം കല്യാണം കഴിപ്പിച്ച് വിടാനാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കോഴ്സുകളെ ബ്രാൻഡ് ചെയ്ത് കളഞ്ഞു. BDS എന്ന് പറഞ്ഞാൽ
എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് പറഞ്ഞു, പൊന്നു സാറേ BDS പഠിച്ച് പെട്ടുപോയി. ഞാൻ ചെന്തുപറ്റി? ഞങ്ങൾക്കൊന്നും താല്പര്യമില്ല ആളുകളുടെ വായി കൈയിടാൻ, വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയത്. ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ആയതെന്ന് പറഞ്ഞാൽ ആരും എടുക്കാത്ത കോഴ്സ്. അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ആരും എടുക്കാത്ത കോഴ്സ്. അപ്പൊ ആളുകളുടെ സ്റ്റൈൽ അതാണ്. BDS എന്ന് പറഞ്ഞ കോഴ്സിൽ നിന്ന് എഞ്ചിനീയറിംഗിലേക്ക് പറഞ്ഞു. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നീ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തോളാൻ പറഞ്ഞു. അവൾ എന്നെ തല്ലാതിരുന്നത് ആരോഗ്യം കുറഞ്ഞ കുട്ടിയായതുകൊണ്ടാണ്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് MTech BDS പോവാ. ഈ ഡൈവേഴ്സിറ്റി ഒന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ കോഴ്സുകളെ ചീത്ത പറയുന്നത്. മൈക്രോബയോളജിയിൽ നിന്ന് ക്യാൻസർ ഇമ്മ്യൂണോ തെറാപ്പിയിലേക്കാണ് ഡോക്ടർ ജെയിംസ് പാട്രിക് അലിസൺ വന്നത്. ഇതേ മൈക്രോബയോളജിയിൽ നിന്ന് ഫുഡ് സയൻസിലേക്ക് മാറാം, ഇതേ മൈക്രോബയോളജിയിൽ നിന്ന് ഹിസ്റ്റോപാത്തോളജിയിലേക്ക് മാറാം, ഇതേ മൈക്രോബയോളജിയിൽ നിന്ന് വൈറോളജിയിലും ഇമ്മ്യൂണോളജിയിലും മാറാം. ഈ വൈവിധ്യവും ഓപ്ഷൻസും പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ. ബയോളജിയാണ് നിങ്ങൾ ഓറിയന്റേഷൻ എടുക്കുന്നതെങ്കിലോ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് MBBS-ഉം ആയുർവേദവും ഹോമിയോ യുനാനിയും സിദ്ധയൊക്കെ പോവാം. അതോടൊപ്പം നഴ്സിംഗും ഫാർമസിയും ലാബ് ടെക്നോളജിയും റേഡിയോളജിയും എടുക്കാം. ഈ കോഴ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ 4 കോഴ്സുകൾ മനഃപൂർവ്വമാണ് ഞാൻ ആദ്യം കൊടുത്തത്. എന്താണ് അതിന്റെ പ്രത്യേകത? ആ 4 കോഴ്സുകൾക്കും ഹയർ ഓപ്ഷൻസ് ഉണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്, ഡെവലപ്പിംഗ് കരിയേഴ്സ് ആണ്, മറ്റ് കരിയേഴ്സിലേക്ക് മാറാം. അതോടൊപ്പം അവർക്ക് ജോബില് പഠിച്ച പിറ്റേ ദിവസം തന്നെ ജോലിക്ക് കയറാം. കാർഡിയാക് വാസ്കുലർ ടെക്നോളജിയും പെർഫ്യൂഷനും അനസ്തേഷ്യയും ഓപ്പറേഷൻ തിയേറ്ററും ബ്ലഡ് ബാങ്കും ഒക്കെ ജോലി കിട്ടും. പക്ഷെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് റിലേറ്റീവ്ലി കുറവാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം കോഴ്സുകളെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യണം. ദെൻ റെസിപ്പിറേറ്ററിയും ഫിസിഷ്യൻ, ന്യൂറോ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ്, റേഡിയോളജി തന്നെയാണ്. മെഡിക്കൽ റെക്കോർഡ്സും മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ പോലുള്ള കോഴ്സുകൾ ഞാൻ ഒരു കൈൻഡ് ഓഫ് ടെർമിനൽ കോഴ്സസ് എന്ന് പറയാം. ജോലി കിട്ടും, പക്ഷേ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് റിലേറ്റീവ്ലി കുറവായിരിക്കും. ഇത്തരം കോഴ്സുകളെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു ധാരണ. എന്നോട് ഒരുത്തം വന്നിട്ട് പറഞ്ഞു, ജീവിതം കൊഞ്ഞാട്ടായി എന്ന് പറഞ്ഞു. ഞാൻ ചെന്തുപറ്റി? സാറേ, ഞാൻ 96% മാർക്കുണ്ട് എനിക്ക് +2-ന്. എല്ലാവരും കോഴ്സുകൾ, എനിക്ക് ഒന്നാമത്തെ ഞാൻ വെച്ച ആദ്യത്തെ നിബന്ധന, നമുക്ക് അങ്ങനെ കുറെ നിബന്ധനകൾ ഉണ്ട് കേട്ടോ. ഒരുത്തം വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് 1 കൊല്ലത്തിൽ കൂടുതൽ പഠിക്കാൻ പറ്റൂല. ഞാൻ ആയിക്കോട്ടെ, 20,000 രൂപയെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, 1.5 ലക്ഷം സാലറിയും കിട്ടണം. ഞാൻ പെണ്ണും കൂടി കെട്ടിച്ചേറ്റെന്ന് ചോദിച്ചു. 20 മിനിറ്റ് കൊണ്ട് ചങ്ങായി ഞാൻ ഇതൊക്കെ ആക്കി കൊടുക്കണം. എന്നാലോചിച്ച് നോക്കി, നമ്മൾ കണ്ടീഷൻസ് ആണ്. നമുക്ക് പഠിക്കാൻ ഒരുപാട് ഉണ്ടാവരുത്, വീടിന്റെ അടുത്ത് തന്നെ ആയിരിക്കും, നടന്നു പോകുന്നതായിരിക്കണം, എപ്പോഴും രാത്രി 9 മണിക്ക് തന്നെ കിടന്നുറങ്ങാൻ പറ്റിയ കോഴ്സ് ആയിരിക്കണം. ഒരുപാട് നിബന്ധനകൾ, ബാലിഷ്യമായത്. ഞാൻ അങ്ങനെയൊക്കെ വെച്ച് എൻട്രൻസ് എഴുതാൻ പറ്റൂല. ഗവൺമെന്റ് കോളേജിൽ തന്നെ പഠിക്കണം, മെറിറ്റ് ആയിരിക്കണം, പഠിച്ചു കഴിഞ്ഞ ഉടനെ സീറ്റ് കിട്ടണം, ജോലി കിട്ടണം. അങ്ങനെ വെച്ച് അവസാനം ഞാൻ B.Pharm ചേർന്നു. ഞാനിപ്പോ ചെയ്യുന്ന ജോലി എന്താന്ന്, പനിക്കും കൊരക്കും ഒക്കെ മരുന്ന് എടുത്തു കൊടുക്കുന്ന പണിയാ. ഒരേ മരുന്ന് തന്നെ നേരം വെളുത്ത് വൈകുന്നേരം വരെ മരുന്ന് എടുത്തു കൊടുക്കുക, പൈസ വാങ്ങുക, പെട്ടിയിലിടുക. ഇതാണ് എന്റെ പണി. ഞാൻ പറഞ്ഞ അടി തരണം നിനക്കിട്ട്. ഡോക്ടർ ഹരി പത്മനാഭൻ കൊച്ചിക്കാരനാണ്, എന്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? ഹാർവാർഡ് മെഡിക്കൽ റിസർച്ച് സ്കൂളില് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറെ സയന്റിസ്റ്റുകൾ ഒരു കണ്ടുപിടുത്തം നടത്തി. രസകരമായത് എന്താണ് ആ കണ്ടുപിടുത്തം? ന്യൂറോൺസിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും മൈക്രോ യൂണിറ്റ് ആണ് ഏത്? ന്യൂറോൺസ്. ആ ന്യൂറോൺസിനെ എടുത്ത് മാറ്റാം. ഡെഡ് ആയ ന്യൂറോൺസിനെ മാറ്റി ലൈവ് ആയ ന്യൂറോൺസിനെ വെക്കാം. അത്ഭുതം തോന്നുന്നു അല്ലേ? അൽഷിമേഴ്സും പാർക്കിൻസൺസ് ഒക്കെ പോലുള്ള രോഗങ്ങളെ വേരോടെ പിഴുതെറിയാം, മാറ്റാം, ചികിത്സിക്കാം, ഭേദപ്പെടുത്താം എന്നാണ് ഈ കണ്ടുപിടുത്തക്കാർ നമ്മളോട് പറയണത്. ഇനി അതിലെ രസം എന്താണെന്നറിയോ? അദ്ദേഹം പഠിച്ചത് മെഡിസിനോ ന്യൂറോ സയൻസോ ഒന്നല്ല, അദ്ദേഹം ഫാർമസിയാ പഠിച്ചത്. B.Pharm പഠിച്ചിട്ടാണ് എന്ത് ചെയ്തത്. അപ്പൊ B.Pharmന്റെ വൈവിധ്യം നോക്ക്, B.Pharmന്റെ ഓപ്പണിംഗ് നോക്ക്. അപ്പൊ എപ്പോഴും കോഴ്സുകൾ അങ്ങനെ കാണണം. മെഡിക്കൽ ബയോകെമിസ്ട്രി, മെഡിക്കൽ മൈക്രോ. ചില ആളുകൾ പറയും എനിക്ക് പ്രാക്ടീസിങ് കരിയർ ആയിരിക്കണം, എൻട്രൻസ് എഴുതേണ്ടി വരരുത്, ഒരുപാട് കാലം പഠിക്കേണ്ടി വരരുത്. ഞാൻ പിള്ളേർ പറഞ്ഞു, പ്രാക്ടീസിങ് കരിയർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫിസിയോതെറാപ്പി നല്ലതാ, ഒക്യുപേഷണൽ തെറാപ്പി നല്ലതാണ്, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി നല്ലതാണ്. അതിന്റെ കൂടെ കുറെ കോമ്പിനേഷൻസ് കൂടി വെച്ചാൽ അടിപൊളിയായിരിക്കും, പൊളിക്കും. ഉദാഹരണത്തിന് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയുടെ കൂടെ സൈക്കോളജി പഠിച്ചാൽ
ഫിസിയോതെറാപ്പിയുടെ കൂടെ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് പഠിച്ചാൽ അതിന്റെ ഹയർ ഓപ്ഷൻസ്. എന്റെ സിസ്റ്റർ ഫിസിയോതെറാപ്പി എടുക്കാൻ പോയപ്പോൾ നാട്ടുകാർ ചൊറിഞ്ഞു, അത് ചെയ്യരുത്, പെൺകുട്ടികൾക്ക് പറ്റൂല, നാട്ടുകാരെ തടവലും ഉഴിയലും മസാജ് ചെയ്യലൊക്കെ ആയിരിക്കും പറഞ്ഞു. ഫാദർ പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അവളിപ്പോ ദുബായിലാ, ഫുജൈറയില് അറബ് വനിതകളെ തോണ്ടിയും തടവിയും മസാജ് ചെയ്തും 1-2 ലക്ഷം രൂപ സാലറി വാങ്ങുന്നുണ്ട് അവള്. നാട്ടുകാർക്ക് ഭ്രാന്ത. ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല. സയ്യിദ് ഹാരിസ് സാർ പറഞ്ഞതുപോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോഴ്സ് എടുക്കേണ്ടത്. നമ്മുടെ പൊട്ടൻഷ്യൽസ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അത് കണ്ടെത്തണം. നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്യുന്ന നല്ലതാ. നമ്മുടെ സ്കിൽസ് ഐഡന്റിഫൈ ചെയ്യാൻ അത് ഉപകാരപ്പെടും. ആലോചിക്കണം നിങ്ങൾ. വെറ്റിനറിയും ഫിഷറീസും ഫോറസ്ട്രിയും അഗ്രികൾച്ചറും രസകരമായ ഒരുപാട് മേഖലകളുണ്ട്. നിങ്ങൾക്കറിയാലോ അല്ലെ? ഇ പി കൃഷ്ണമേനോനെ കുറിച്ച്. ഇ പി കൃഷ്ണമേനോൻ കേട്ടോളൂ, എന്താ രസം. 4 ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇദ്ദേഹത്തിന്. ലോകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില മെഡിസിൻസ് ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാ. പഠിച്ചതോ വെറ്റിനറി സയൻസും. എന്തൊരു രസകരമായ വൈവിധ്യമാണ്. വെറ്റിനറി സയൻസിൽ നിന്ന് മെഡിസിൻ ഉണ്ടാക്കുന്ന ആളായി മാറുക. ഫാർമക്കോളജി സ്പെഷ്യലൈസ് ചെയ്തു, ഫാർമക്കോളജിയിൽ റിസർച്ച് ചെയ്തു, വന്നത് വെറ്റിനറി സയൻസിൽ നിന്ന്. നമ്മുടെ ഈ ഓപ്പണിങ്സിനെ കുറിച്ച്, ഇത്തരം മേഖലകളെ കുറിച്ച്, പാത്തോളജിയും എപ്പിഡമിയോളജിയും വൈറോളജിയും മെഡിക്കൽ റോബോട്ടിക്സും പബ്ലിക് ഹെൽത്തും മൈക്രോബയോളജി ഒക്കെ പോലുള്ള കരിയർ പോസ്റ്റ് കൊറോണ പീരീഡിൽ കുറച്ചുകൂടി ഒരു ട്രെൻഡ് കൂടാൻ സാധ്യതയുള്ള മേഖലകളാണ്. ഹെൽത്ത് കെയർ പ്രത്യേകിച്ച്. ഇനി PCM ആണ് എടുക്കുന്നെങ്കിൽ, അതിനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലോ അത് ടെക്നോളജിയാണ്. ബിടെക് ഇപ്പൊ എന്താണെന്നറിയോ, ബിടെക്കുകാരോട് ഒരു അവജ്ഞയൊക്കെ ഉണ്ടായത്, അതൊക്കെ ഇപ്പൊ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. ബിടെക്കിൽ നിന്ന് അറ്റമിക് റിസർച്ചിലേക്ക്, ബിടെക്കിൽ നിന്ന് റോബോട്ടിക്സിലേക്ക്, ബിടെക്കിൽ നിന്ന് നാനോ ടെക്നോളജിയിലേക്ക്, ഡിഫൻസിലേക്ക്, സിവിൽ സർവീസിലേക്ക്, മാനേജ്മെന്റിലേക്ക്, റിസർച്ച്, ഡിസൈനിങ്, എയറോനോട്ടിക്സ്, വെപ്പണറി. ഇപ്പൊ ബിടെക് ഒരു ഗ്രാജുവേഷൻ ആണ്, ഡൈവേഴ്സ് ആയ ഒരു ഗ്രാജുവേഷൻ. നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. അതിനൊരു ഭയങ്കര ജോബ് ഓറിയന്റഡ് ആയിട്ട് മാത്രം കാണേണ്ടതില്ല. അതൊരു ടെക്നോക്രാറ്റിക് ഏരിയയിലേക്ക് എത്തുന്ന ഒരു കരിയർ ആയിട്ട് കാണാം. ഒരു ഡിഗ്രി ആയിട്ട് കണ്ടാൽ തന്നെ അതിന്റെ വൈവിധ്യങ്ങളെ കുറിച്ച് കൂടി പഠിക്കുക. നമ്മുടെ പ്രശ്നം എന്താ, നമുക്ക് പഠിച്ച പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്യണം, ജോലിക്ക് കയറണം. ജോലി കിട്ടിയാൽ മാത്രം പോരാ, 2.5 ലക്ഷം സാലറി വേണം. 2.5 ലക്ഷം സാലറി മാത്രം പോരാ, രാവിലെ 10 മണിക്ക് കയറി വൈകിട്ട് 5 മണിക്ക് തന്നെ ഇറങ്ങണം. ഇതാണ് നമ്മുടെ കൾച്ചർ. ഈ വർക്ക് കൾച്ചറൊക്കെ മാറ്റിയാൽ രസകരമായ ഒരുപാട് ഓപ്ഷൻസ്. ഉമർ പിച്ചൈ അറിയാലോ അല്ലെ? അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? 900 crores ഒക്കെയാണ് സാലറി. 900 crores ഒരു കാലഘട്ടത്തിൽ ഒരു ഇയറിൽ അതിന് 1400 കോടിയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. പഠിച്ചത് ഏതാ? ബിടെക്കാ. ബിടെക്കിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്, മാനേജ്മെന്റ്. ബിടെക്കിന്റെ ഏറ്റവും നല്ല കോമ്പിനേഷനിൽ ഒന്നാണ് മാനേജ്മെന്റ്. ഡോക്ടർ ടെസ്സി തോമസ്. എന്താ ടെസ്സി തോമസിന്റെ പ്രത്യേകത? അഗ്നിപുത്രി എന്ന് അറിയപ്പെടുന്നത്. ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇവരുടെ അടുത്തൊന്നും ഇരിക്കാൻ. ഇത്രയും ഈ വിനയം കൂടെ ആളുകളെ. ആർണോൾഡ് ടോയൻബിയുടെ ഒരു വാക്കുണ്ട്, ദി മോർ വി ലേൺ ദി ലെസ് വി നോ. കൂടുതൽ പഠിക്കും തോറും നമുക്ക് വിവരമില്ല എന്ന് മനസ്സിലാവും. ചില ആൾക്ക് കൂടുതൽ പഠിക്കുമ്പോൾ അഹങ്കാരം കൂടെ ചെയ്യാം. ഒന്നുമില്ലാത്തവന് അഹങ്കാരം കൂടാ. വിവരമുള്ളവൻ എന്ത് ചെയ്യും? വിനയം കൂടും. നിങ്ങൾ നോക്കി ഇവരുടെ പ്രത്യേകത അറിയോ? അവർ പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവർ സ്പെഷ്യലൈസ് ചെയ്ത് നോക്കി നിങ്ങൾ ഗൈഡഡ് മിസൈൽ ടെക്നോളജി. ഇന്നാണ് പെൺകുട്ടികൾ ഇത് എടുക്കുക. ഗൈഡഡ് മിസൈൽ ടെക്നോളജി പെൺകുട്ടികൾക്കോ? അതൊന്നും പറ്റില്ല. പെൺകുട്ടികൾക്ക് കുറെ കരിയർ വെച്ചിട്ടുണ്ട് നമ്മൾ. തട്ടുട്ട കരിയർ, തട്ടുടാത്ത കരിയർ, പൊട്ടുകുത്തിയ കരിയർ, പൊട്ടുകുത്താത്ത കരിയർ. അങ്ങനെ ഒരു വകഭേദമൊന്നുമില്ല കരിയറിൽ. നമ്മളുടെ മാനസികാവസ്ഥയെ ബേസ് ചെയ്തുകൊണ്ടാണ് അത്. നമ്മുടെ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ്, നമ്മുടെ പാഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഗൈഡഡ് മിസൈൽ ടെക്നോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തത് ക്രയോജനിക്സ് ആൻഡ് റോക്കറ്ററി. അറിയപ്പെടുന്നത് ഇന്ത്യയുടെ അഗ്നിപുത്രി. രാവിലെ എണീറ്റ് ദോശയൊക്കെ ചുട്ട് കറിയൊക്കെ ഉണ്ടാക്കി, പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കറി ഉണ്ടാക്കുന്ന അതേ കൈ കൊണ്ട് എന്ത് ചെയ്യും, ഇന്ത്യക്ക് വേണ്ടി മിസൈൽസ് ഡിസൈൻ ചെയ്യുന്ന ആളാണ്. ഭാര്യ ഭർത്താവിനെയും മക്കളെയൊക്കെ നന്നായി നോക്കുന്ന ഒരു സ്ത്രീയാണ്. എല്ലാം നടക്കും അതിന്റെ കൂടെ. നമുക്കത് പറ്റില്ലല്ലോ, നമുക്കറിയില്ല. നമ്മളെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കൽബാണ് ഫാത്തിമ പാടാനും പത്തി ഇറച്ചി ഉണ്ടാക്കാനുള്ള ടീമാണ്. പിന്നെ അപ്പുറത്തേക്കൊന്നും നമുക്കറിയില്ല. മാറണം, ആറ്റിറ്റ്യൂഡ് മാറണം. കരിയർ ചോയ്സസിനെ കുറിച്ചുള്ള ഗതികൾ. ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് നോക്കിയാൽ നിങ്ങൾ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജി. അവിടുത്തെ ആദ്യത്തെ കോഴ്സ് നോക്കി എയറോസ്പേസ്, രണ്ടാമത്തെ കോഴ്സ് നോക്കി വെപ്പൺസ്. ഈ എയറോസ്പേസ് പഠിക്കാൻ നിങ്ങൾ ഇലക്ട്രിക്കൽ പഠിച്ചാൽ മതി, ഇലക്ട്രോണിക്സ് പഠിച്ചാൽ മതി, ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ചാൽ മതി. വെപ്പൺസ് പഠിക്കാൻ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്ക് വെപ്പണറി പഠിക്കാം.
അതേ സമയത്ത് രസകരമായ ഒരു വസ്തുത ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ബിടെക് ഇലക്ട്രിക്കൽ പഠിച്ച് നമുക്ക് എംടെക് വെപ്പൺസിലേക്ക് മാറാം. അതേ സമയത്ത് ബിടെക് പഠിച്ച ആള് IES ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം എഴുതിയാൽ ഇന്ത്യൻ നേവൽ ആർമമെന്റ് സർവീസിൽ ഇന്ത്യൻ നേവിക്ക് വേണ്ടി ആംസ് ഡിസൈൻ ചെയ്യുന്ന, ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഡിസൈൻ ചെയ്യുന്ന ജോലിയിലേക്ക് വരാം. അപ്പൊ ഒരേ ജോബിലേക്ക് വ്യത്യസ്തമായ വഴികൾ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഒരേ പോസ്റ്റിലേക്ക്, ഒരേ ഏരിയയിലേക്ക്, ഒരേ എയിമിലേക്ക് ഒരുപാട് വ്യത്യസ്തമായ വഴികളുണ്ട്. ഒരു വഴിയിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആയ കൈവഴികളുണ്ട്, ഉപവഴികളുണ്ട്. ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ കോഴ്സിലേക്ക് വരാൻ. അവിടുത്തെ സ്പെഷ്യലൈസേഷനിൽ ഒന്ന് നോക്കിയാൽ നിങ്ങൾ 13th വൺ മിലിറ്ററി വെഹിക്കിൾസ് ടെക്നോളജി, ഇവിടെ കോഴ്സിന് ചേരുന്ന ആള്, ഇവിടെ കോഴ്സിന് ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജിയിൽ 3ാമത്തെ ചോയ്സ് നോക്കിയ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് കഴിയുന്ന ആൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ഏതില? 13th വൺ മിലിറ്ററി വെഹിക്കിൾസ് ടെക്നോളജിയിൽ. എന്നിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന ജോലി എന്തായിരിക്കും? 8th വൺ വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ DRDO, ഈ DRDOന്റെ കീഴിൽ 62 ലാബുകളുണ്ട്, റിസർച്ച് ലാബുകൾ വ്യത്യസ്തമായത്. അതിലൊരു ലാബിന്റെ പേര് നോക്കിയാൽ നിങ്ങൾ സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്. ഇവിടെ ബിടെക്കാർക്ക് ജോലി ചെയ്യാം. രസം എന്താണെന്നറിയോ? ഇവിടെ സാധാ +2 കഴിഞ്ഞവനും ജോലി ചെയ്യാം. DRDOന്റെ കീഴിൽ +2 കഴിഞ്ഞവനും ജോലി ചെയ്യാം. രസകരമായ ഒരുപാട് ഓപ്പണിങ്സ്. ഒരു ജോലി നോക്കി ഇന്ത്യൻ ഡിഫൻസ്, ഞാൻ ഇന്ത്യൻ ഡിഫൻസിനെ കുറിച്ച് പറയാം, അതൊരു സെമി ഗവൺമെന്റ് ആണെന്ന. ഇന്ത്യൻ ഡിഫൻസ് ഒരു സെമി ഗവൺമെന്റാണ്. കാരണം 420-ലധികം ജോബ് പോസ്റ്റുകൾ ഉണ്ട് ഇന്ത്യൻ ഡിഫൻസിൽ. അതിലൊരു പോസ്റ്റ് നോക്കിയാൽ നിങ്ങൾ ആ സെക്കൻഡ് റോയിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ, ടെക്നിക്കൽ ബ്രാഞ്ച്, എഞ്ചിനീയറിംഗ്, സബ്മറൈൻ കേഡർ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ സബ്മറൈൻ നന്നാക്കുന്ന എഞ്ചിനീയർമാരായിട്ട് വരാം. അങ്ങനത്തെ ജോബിലേക്ക് വരും. ഡിഫറെന്റ് ആയ രസകരമായ ഒരുപാട് ഓപ്പണിങ്സ്. പക്ഷെ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരുത്തം വന്നിട്ട് എന്നോട് പറഞ്ഞു, കല്ലും മണ്ണും സിമെന്റ് ഒക്കെ കൂട്ടി വീടുണ്ടാക്കുന്ന പരിപാടിയല്ലേ എന്ന് ചോദിച്ചു. അതിന് ബിടെക്കിന് പോകണമെന്നാ എന്നോട് ചോദിച്ചു. നിഷ്കളങ്കന, ഒരു അടി കൊടുക്കാനൊക്കെ തോന്നിയെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിമെന്റും മണ്ണും കുഴക്കുന്ന പരിപാടിയല്ല. ബിൽഡിങ്സും റോഡ്സും ഇറിഗേഷൻ സിസ്റ്റംസും പവർ പ്ലാന്റ്സും വാട്ടർ സപ്ലൈ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാ. അതിൽ നിന്ന് രസകരമായ വൈവിധ്യത്തിലേക്ക് പോവാം. ഈ അടുത്ത് ഇന്ത്യൻ നേവി വിളിച്ചു നേവൽ ആർക്കിടെക്ട് ജോബിന് വിളിച്ച കൂട്ടത്തിൽ ഒരു എലിജിബിലിറ്റി സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നേവൽ ആർക്കിടെക്ചറിലേക്കും സിവിൽ എഞ്ചിനീയറിംഗ് മാറാം. സിവിൽ എഞ്ചിനീയറിംഗ് വാട്ടർ റിസോഴ്സിലേക്ക്, കൺസ്ട്രക്ഷനിലേക്ക്, എൻവയൺമെന്റിലേക്ക്, ജിയോടെക്കിലേക്ക്, മെറ്റീരിയൽ, സ്ട്രക്ചറൽ, ട്രാൻസ്പോർട്ടേഷൻ, അർബൻ പ്ലാനിങ്. ഞാൻ കുട്ടികളെ നിങ്ങളോട് പറയട്ടെ, അടുത്ത ലോക മഹായുദ്ധം ഒരു പക്ഷേ വെള്ളത്തിന് വേണ്ടിയോ ഡേറ്റയ്ക്ക് വേണ്ടിയോ ആയിരിക്കും. ഡേറ്റയാണ് അടുത്ത നൂറ്റാണ്ടിന്റെ ഓയിൽ. ഒരു പക്ഷേ അടുത്ത ലോകയുദ്ധം ഡേറ്റയെ കുറിച്ചുള്ളതായിരിക്കും, ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം അടുത്ത ലോകയുദ്ധം പോലും വരാൻ സാധ്യത. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാട്ടർ റിസോഴ്സസ്. വാട്ടർ റിസോഴ്സസ് മാനേജ്മെന്റ് ഒരു സോഷ്യൽ വർക്ക് കൂടിയാണ്. അപ്പൊ അതിലേക്ക് വരാം. ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവാൻ നമ്മൾ ഗൂഗിൾ ചെയ്താൽ, ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവാൻ എന്ത് വേണം? അപ്പൊ നമ്മൾ ഗൂഗിൾ ചെയ്യും. ഗൂഗിൾ ചെയ്യുമ്പോൾ കാണാം സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസിൽ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ പോയിട്ട് ന്യൂക്ലിയർ സയൻസ് പഠിക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല. ജോലി കിട്ടണമെങ്കിൽ നോക്കി ഈ ടെസ്റ്റ് നോക്ക് നിങ്ങൾ. OCS ബിടെക്കാർക്ക് പണിയില്ല എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത് എനിക്കത്. ഓറിയന്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. ഇതൊരു എക്സാം ആണ്. ഈ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ 14ഓളം അറ്റമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് ട്രെയിനിങ്, 1 കൊല്ലത്തെ ട്രെയിനിങ്, ആ 1 കൊല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജോലി, C ഗ്രേഡ് സയന്റിഫിക് ഓഫീസറായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അറ്റമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിക്ക് കയറും. ഡയറക്റ്റ് ജോലിയിലേക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആണത്. അപ്പൊ ഇതിനു വേണ്ടി ട്രൈ ചെയ്യാം. ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. അതിന്റെ എലിജിബിലിറ്റി നോക്കിയാൽ നിങ്ങൾ ബിടെക് അല്ലെങ്കിൽ ഫിസിക്സ്, അതല്ലെങ്കിൽ കെമിസ്ട്രി. രസകരമായ വസ്തുത, ഫുഡ് ടെക്നോളജി, മൈക്രോബയോളജി, സുവോളജി കഴിഞ്ഞ ആൾക്ക് വരെ ഈ ടെസ്റ്റ് എഴുതാം എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന അല്ലേ? ഈ ദിവസം നിങ്ങൾക്ക് കിട്ടിയ പുതിയ നോളജ് അതായിരിക്കും. സുവോളജി പഠിച്ച ആൾക്കും ന്യൂക്ലിയർ സയൻസിലേക്ക് വരാം.
ഫുഡ് ടെക്നോളജി പഠിച്ച ആൾക്കും മൈക്രോബയോളജി പഠിച്ച ആൾക്കും ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആവാം. ആ വൈവിധ്യം ഇതിനെ കുറിച്ച് കൃത്യമായി നിങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. ഇനി നിങ്ങൾ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സ്ട്രീമാണ് എടുക്കുന്നതെങ്കിൽ, എടുത്തവരാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സ്ട്രീമിന് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ് ഒക്കെയാണ് മെയിൻ. പിന്നെ വരുന്ന ഏതാ? ഹ്യൂമാനിറ്റീസിനാണെങ്കിൽ ഇക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ദെൻ സോഷ്യോളജി, ജിയോഗ്രഫി ഒക്കെ പോലുള്ളതാണ് ഓപ്ഷൻസ്. ഇതിൽ നിന്ന് രസകരമായ മേഖലകളിലേക്ക് ബികോം, BBA, ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ, ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജസ്, ദെൻ സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BMMC, ബാച്ചലർ ഓഫ് മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ BDS ഉണ്ട്, ബാച്ചലർ ഓഫ് ഡിസൈനിങ് ഉണ്ട്, BSW, സോഷ്യോളജി, ഇങ്ങനെ രസകരമായ കോഴ്സുകളിലേക്ക് നമുക്ക് മാറാം. റൂത്ത് പൊറാട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൂഗിളിന്റെ CFO ആണ്. ഗൂഗിളിന്റെ CFO പഠിച്ചത് നോക്കിയത് നിങ്ങൾ ഇക്കണോമിക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, എന്നിട്ട് നേരെ MBA പോയി. മോർഗൻ സ്റ്റാൻലിയിലാണ് അവരുടെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് വരുന്നത്, പ്ലേസ്മെന്റ്. മോർഗൻ സ്റ്റാൻലി നീണ്ട 30 വർഷം 2016 വരെ ഇവർ വർക്ക് ചെയ്തത്. ബരാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അമേരിക്കൻ ട്രഷറിയുടെ സെക്രട്ടറി ആവാൻ പറ്റുമെന്ന് ഇവരോട് ചോദിച്ചിരുന്നു. അവർ വളരെ സ്നേഹത്തോടെ നിരസിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെ പ്രധാനമന്ത്രി വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കണം, ജലീലെ നിനക്ക് ഇന്ത്യയുടെ ധനമന്ത്രി ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഞാൻ ബോധം കെടും, അല്ലെങ്കിൽ അടുത്ത വണ്ടിക്ക് ഞാൻ ഡൽഹിക്ക് വിടും, അല്ലേ? ഇവരങ്ങനല്ല പറഞ്ഞത്, താല്പര്യമില്ല. മോർഗൻ സ്റ്റാൻലി സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അതിനൊരു വഴിക്കാക്കിയിട്ട് ഞാൻ വരാം. നമ്മളൊക്കെ ഒരു വഴിക്കാക്കും. ഒട്ടുമിക്ക കമ്പനികളും വഴിക്കാക്കി പൂട്ടും. അതാണ് നമ്മൾ ചെയ്യുന്നത്. മോർഗൻ സ്റ്റാൻലിയിൽ 30 വർഷം വർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? മോർഗൻ സ്റ്റാൻലിയും ഗൂഗിളും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ 2016 അവർ എന്ത് ചെയ്തു? മാറി, കരിയർ മാറി അവരുടെ. നിങ്ങൾ നോക്കിയേ, രസകരമായ വസ്തുത എന്താണെന്നറിയോ? മോർഗൻ സ്റ്റാൻലിയിൽ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കും, ട്രിവാൻഡ്രത്ത് ഒരു വലിയ സ്കൂളിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ എണീറ്റ് കൈ പൊക്കിയിട്ട് പറഞ്ഞു, സർ എന്റെ മോൻ ചെന്നൈയിൽ ഒരു കോളേജില് കൊമേഴ്സ് BCom പഠിച്ചു കഴിഞ്ഞ് ഫൈനൽ ഇയറാ, അവന് ഈ മോർഗൻ സ്റ്റാൻലിയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ പ്രിൻസിപ്പൾ ചാടി എണീറ്റു പറഞ്ഞു, അതിലെന്ത് കാര്യം സാർ, എന്റെ മോൻ ഇക്കണോമിക്സാ പഠിച്ചത് ഡൽഹിയില്, അവന് ഏണസ്റ്റ് ആൻഡ് യെങ്കിലും മെക്കൻസിയിലും ജോലി കിട്ടി. ഇക്കണോമിക്സ് പഠിച്ചിട്ട് പ്ലേസ്മെന്റ്, ഡിഗ്രി ഇക്കണോമിക്സ് കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് BTechകാർക്കും MBAക്കാർക്കും മാത്രമുള്ളതൊന്നുമല്ല. ഈവൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കഴിഞ്ഞ ആൾക്കും നല്ല പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ നല്ല കോളേജിൽ ജോയിൻ ചെയ്ത് അവരുടെ സാലറി നോക്കിയേ 455 കോടി രൂപയാ. ഇതിനിടയിൽ ക്യാൻസർ ഒക്കെ വന്നു കേട്ടോ, ഭയങ്കര രസകര. ഇപ്പൊ വിളിച്ചേണ്ട ഒരു കോഴ്സ് BBA, റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്. എന്താണത്? കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എന്തോ ആയിക്കോട്ടെ, മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BBA ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റിലേക്ക് വരാം. രസകരമായ വ്യത്യസ്തമായ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റിച്ചാർഡ് വർഗീസിനെ കുറിച്ച്, എന്റെ ലിങ്ക്ഡിൻ ഫ്രണ്ട് ആണ് റിച്ചാർഡ് വർഗീസ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത അറിയാം, എൻട്രൻസ് എഴുതി പൊട്ടിയതാ. നമ്മളാണെങ്കിൽ പൊട്ടിയുണ്ടെങ്കിൽ ബിരിയാണി വെക്കും. ഈ മനുഷ്യൻ രാത്രിക്ക് രാത്രി സ്ഥലം വിട്ട് നേരെ ഡൽഹിക്ക് പോയി കോളേജിൽ ജോയിൻ ചെയ്തു. ആരോടും പറയാതെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി പൊട്ടിയിട്ട് നേരെ നാട് വിട്ടുപോയി. ഇപ്പൊ ആള് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ റിസർച്ച് അസോസിയേറ്റാ. ഇക്കണോമിക്സ് പഠിച്ച ആള്, കോടികളാ സാലറി വാങ്ങുന്നത്. ഞാൻ പറയുന്നത് ഇക്കണോമിക്സ് എന്ന് രസകരമായ IGIDR, ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഇക്കണോമിക്സ്, ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്, ഇങ്ങനത്തെ ഏരിയയിലേക്ക് വരാം. ഫിനാൻസ് ആൻഡ് കൊമേഴ്സിൽ, പ്രത്യേകിച്ച് ഫിനാൻസ് സെക്ടറിൽ ജോബ് ഗ്രോത്ത് 2025 ആകുമ്പോഴത്തേക്കും ഒരു 40 to 80 lakhs. നമ്മൾ ഇൻകം ടാക്സും സെയിൽസ് ടാക്സും കുറച്ചാൽ മിനിമം ഒരു 25 lakhs ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്കിലും ഈ സെക്ടറിൽ വരും. ക്രിപ്റ്റോ ഫോർകാസ്റ്റേഴ്സ്, വെൽത്ത് മാനേജേഴ്സ്, പേഴ്സണൽ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്, ബജറ്റ് അനലിസ്റ്റുകൾ, റിസ്ക് അനലിസ്റ്റുകൾ, ഇത്തരം രസകരമായ പുതിയ ട്രെൻഡുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാറാം. അത് BCom ഫിനാൻസ് എടുത്താവാം, BBA ഫിനാൻസ് എടുത്താവാം, BBA BCom കഴിഞ്ഞ് MCom ഫിനാൻസോ MFA മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഒക്കെ ഉള്ള കോഴ്സുകൾ എടുത്തിട്ടാവാം, മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ പോലുള്ള കോഴ്സുകൾ എടുത്തിട്ടാവാം. രസകരമായ ഓപ്ഷൻസിലേക്ക് നമുക്ക് മാറാം. CAയും CS-ഉം CMAയും രസകരമായ ഓപ്ഷൻസ് ആയിട്ട് SCCA, ഇപ്പൊ ഡിഗ്രിയുടെ കൂടെ SCCA ചെയ്യുക, ഡിഗ്രിയുടെ കൂടെ CA ചെയ്യുക, ഡിഗ്രിയുടെ കൂടെ CMA ചെയ്യുക. ഇങ്ങനെ ഒരുപാട് രസകരമായ ഓപ്പണിങ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം. നല്ലതാണ് അത്. അത്തരം കോഴ്സുകളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം നിങ്ങൾ. ദെൻ അതോടൊപ്പം ഒരുപാട് എക്സാമുകൾ കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും ചെയ്യാൻ പറ്റുന്ന എക്സാമുകൾ HSE പോലെ, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാം പോലെ കൊടുക്കുന്നത് IIT-കളാണ്. ടെക്നോളജിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എത്തിപ്പെട്ടത് എവിടെയാ?
ഹ്യൂമാനിറ്റീസിനും കോഴ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും നല്ല ലിറ്ററേച്ചർ ക്യാമ്പസുകളിൽ ഒന്നാണ് മുംബൈ IIT ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്യാമ്പസ്. ദെൻ അതുപോലെ നോക്ക് നിങ്ങൾ IPM ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിംഗ് മാനേജ്മെന്റ്, ഇപ്പൊ റോക്തക് IM തുടങ്ങിയിട്ടുണ്ട്, ഇൻഡോർ IM പോലെ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റഗ്രേറ്റഡ് 5 ഇയർ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന മാനേജ്മെന്റ് പ്രോഗ്രാം, രസകരമായ ഒരു പ്രോഗ്രാമായത്. ഈ പ്രോഗ്രാമുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് എന്ന് വരാം. മെറ്റീരിയൽസും ലോജിസ്റ്റിക്സും. എന്റെ പെങ്ങളുടെ മോൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. റിസൾട്ട് വന്നപ്പോ എന്റെ പെങ്ങൾ എന്നെ വിളിച്ചു ഒന്ന് കാണാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. എന്നോട് പറഞ്ഞു ഇവൻ തോറ്റു എന്ന് പറഞ്ഞു. ഇനി ഇവൻ എന്താ ചെയ്യാ? പേപ്പർ 2 തോറ്റതൊന്നുമല്ല, 2 പേപ്പർ പോയതാ. 2 പേപ്പർ പോയി എന്നുള്ളത് പറഞ്ഞതാ രസകരം. എങ്ങനെയാണെന്ന് ചോദിച്ചു. ഓ ഇക്കണോമിക്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ബിസിനസ് സ്റ്റഡീസ് പോയി. പിന്നെ ഇംഗ്ലീഷിന് 5 മാർക്ക് കുറവ്. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? തോറ്റു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മലയാളത്തിൽ നേരെ ചൊവ്വേ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ അവനെ പിടിച്ച് പഠിപ്പിച്ച കോഴ്സ് ലോജിസ്റ്റിക്സാ. ഇപ്പൊ അവൻ ബഹ്റൈനില് DHL എന്ന് പറഞ്ഞ കമ്പനിയിൽ ട്രാൻസ്പോർട്ടേഷൻ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു 1,40,45,000 രൂപ അവന്റെ സാലറി. ബികോം അതുകൂടെ പേപ്പർ 2 പോയ പേപ്പറിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായതാ, ചില കുഴപ്പങ്ങൾ കയറി ഇടപെട്ടതാ. നമ്മൾ അങ്ങനെയാണല്ലോ, അങ്ങനെ കൊള്ളായതാ. അവൻ അത് വീണ്ടും എഴുതിയെടുത്തു. പ്ലസ് ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ ഡിപ്ലോമയും ചെയ്തു. നല്ല കരിയറിലാണ് ആള്. വെയർഹൌസിംഗ്, സ്റ്റോർ, പർച്ചേസിംഗ്, സെയിൽസ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് മാനേജ്മെന്റ്, ട്രാവൽ ആൻഡ് ടൂറിസം, പ്രത്യേകിച്ച് ഏവിയേഷൻ ഫീൽഡ്. പോസ്റ്റ് കൊറോണ പീരീഡിൽ ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്ന ഓപ്ഷനുകളിൽ, ട്രെൻഡ് ഉണ്ടാകുന്ന ഓപ്ഷനുകളിൽ ഒന്നായിരിക്കും ഏവിയേഷൻ ഫീൽഡ്. അതുകൊണ്ട് ഗ്രാജുവേറ്റ് തലത്തിൽ ഏവിയേഷൻ ഫീൽഡുകൾ സെലക്ട് ചെയ്യാം. കോംപിയറിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്, TV ആൻഡ് റേഡിയോ, അഡ്വർടൈസിംഗ്, ഒരുപാട് ഏരിയകൾ. ജനറൽ ഓപ്പണിംഗ്സ് ഹ്യൂമാനിറ്റീസിന് ഒരുപാടുണ്ട്. ലാംഗ്വേജ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, ഇക്കണോമിക്സ്, ഡിസൈൻ. പ്രത്യേകിച്ച് മുംബൈ IIT നടത്തുന്ന ഒരു ബാച്ചലർ ഓഫ് ഡിസൈനിങ് കോഴ്സ് ഉണ്ട്, UCED എന്ന് പറഞ്ഞ എക്സാം, അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈനിങ്. അത് IIT മുംബൈയിൽ മാത്രമല്ല ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുണ്ട്. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തേടി പിടിച്ച് ബാച്ചലർ ഓഫ് ഡിസൈനിങ് പഠിക്കാം. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗും അഡ്വർടൈസ്മെന്റ് ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടം ആയതുകൊണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലേക്ക് മാറാം. മാനേജ്മെന്റ്, ഒരുപാട് ഓപ്ഷൻസിലേക്ക്. ഞാൻ സാധാരണ ഹ്യൂമാനിറ്റീസുകാരോട് പറയാം, നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയാൽ മതി, ജോലി ഉറപ്പായിട്ടും കിട്ടും. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ആളുകൾ രസകരമായ ഓപ്ഷനിലേക്ക് എത്തുന്നുണ്ട്. മരിച്ചുപോയി ഇദ്ദേഹം കേട്ടോ, ഡോക്ടർ ഷംനാദ് ബഷീർ, ഒരു 2 കൊല്ലം മുമ്പ് ഇൻഫോസിസ് മാൻ ഓഫ് ദി അവാർഡ് വാങ്ങിയാണ് 2014. അമേരിക്കയിലെ മരുന്ന് കമ്പനികളുടെ ഭയങ്കര ക്രൂരതകൾക്കെതിരെയൊക്കെ പ്രതികരിച്ചിട്ട് അവസാനം ഭയങ്കര പ്രശ്നങ്ങളിലൊക്കെ പെട്ട ആളാ. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഇൻഫോസിസ് അവാർഡ് കിട്ടിയത്. അഡ്വക്കേറ്റ് അദ്ദേഹം. LLB പഠിച്ചാൽ ലോയർ ആവലും മാത്രമല്ല, ട്രെയിനറും ലീഗൽ അഡ്വൈസറും ഫോറൻസിക് സയൻസിലേക്ക് മാറാം, ക്രിമിനോളജിയിലേക്ക് മാറാം, പാറ്റേൺ ലോയും സൈബർ ലോയും ഒക്കെ പോലുള്ള ഏരിയകളിലേക്ക് മാറാം, IPR സ്പെഷ്യലൈസ് ചെയ്യാം. അപ്പൊ ഒരുപാട് ഓപ്ഷൻസിലേക്ക്. ഡേറ്റ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കണ്ടന്റുകൾ, ഒരുപാട് ഭാഗങ്ങൾ വരുന്ന ഒന്നാണ്. എലമെന്റുകൾ. BTech കഴിഞ്ഞാൽ, MCA കഴിഞ്ഞാലും, BCA കഴിഞ്ഞാലും, BCom കഴിഞ്ഞാലും, നിങ്ങൾക്ക് മാത്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡേറ്റ സയൻസിലേക്ക് വരാം. അപ്പൊ കോഴ്സുകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുക. ഇതുകൊണ്ട് ഇദ്ദേഹം ഞാൻ പരിചയപ്പെട്ട ഒരാളാ, BA ലിറ്ററേച്ചർ, അതും ഡിസ്റ്റൻസിൽ പഠിച്ച് അതിന്റെ കൂടെ ഗ്രാഫിക്സും കണ്ടന്റ് റൈറ്റിംഗും പഠിച്ചെടുത്ത ആളാ. ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരാൾ ഇന്ന് വാങ്ങുന്ന സാലറി ഏകദേശം 4,12,000 രൂപയാണ്. കണ്ടന്റ് റൈറ്റിംഗിലാണ് ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ലാംഗ്വേജ് വലിയൊരു മേഖലയാണ്. ട്രാൻസ്ലേഷൻ, റിസർച്ച്, ഇന്റർപ്രിട്ടേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് മാറാം. അപ്പൊ ലാംഗ്വേജിന്റെ ഓപ്പണിങ്സ്, ഇതിലേക്കൊക്കെ എങ്ങനെ എത്താം എന്നുള്ളതാ ഈ ഒരു കരിയർ ഓറിയന്റേഷനിലേക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ നിങ്ങൾ ആലോചിക്കേണ്ടത് കോഴ്സുകളെ കുറിച്ചല്ല. MSW ഒരുത്തം ചോദിച്ചു, എന്നോട് ചോദിച്ചു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ എന്ത് കിട്ടുന്നു? ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലാണ്ട് എന്ത് കിട്ടാനാ? അങ്ങനെയല്ല കരിയർ ചൂസ് ചെയ്യേണ്ടത്. നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്, നമ്മുടെ സ്കിൽ സെറ്റുകൾ എന്താണ്, എന്റെ ഏരിയ ഏതാണ്. അപ്പൊ അതിന് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, കരിയർ ഗുരു എന്ന് പറഞ്ഞ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പിയേഴ്സിന്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ലോകത്ത് ഏറ്റവും ഒതന്റിക് ആയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിൽ ഒന്നാണ്. അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെർബലും ന്യൂമറിക്കലും ഒക്കെ ചെയ്താൽ ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കിട്ടും. ആ ഗ്രാഫ് വെച്ചുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ഡൊമിനേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് കരിയർ ചോയ്സസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എബിലിറ്റീസും ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും മാച്ച് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് കരിയർ ചോയ്സസിലേക്ക് നിങ്ങൾ വരണം. അങ്ങനെ വന്ന് നല്ല കരിയർ ഒക്കെ ഉണ്ടാക്കി നല്ല മേഖലകളിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ സഹിച്ചതിന് നന്ദി, നമസ്കാരം. താങ്ക് യു.